ഈ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാൻ എന്താണ് ഈ ബജറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗീതു ശിവകുമാർ, ഈ ബജറ്റ് എത്രത്തോളം ഒരുപാട് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം, മാർക്കറ്റിലെ ഒരു മാന്ദ്യം, വിലക്കയറ്റം, ഇതൊക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ എത്രത്തോളം ഈ മേഖല, ഈ സെക്ടറിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ബജറ്റായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മളൊരു ലോങ്ങർ പെർസ്പെക്റ്റീവിൽ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CMന്റെ പോർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ മാരിടൈം റിലേറ്റഡ് ഒരു വിഷൻ പുള്ളിക്ക് ഉണ്ടെന്നുള്ളത് ഇലക്ഷന് മുന്നേ തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും പല കോൺക്ലേവുകളിലും സംസാരിച്ചിരുന്ന ഒരു വിഷനാണ്. അപ്പോൾ അതിനൊരു ഊന്നൽ കൊടുക്കുന്ന രീതിയിലാണ് ഓവറോൾ ഈ ബഡ്ജറ്റ് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആസ് എ ഹോൾ ഒരു പോർട്ട് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പം അതിൻ്റെ ചുറ്റും ആ പോർട്ട് മാത്രമല്ല ഡെവലപ്പ് ആവുന്നത്, ബാക്കിയുള്ള ചെറുതും വലുതുമായി ബിസിനസ്സുകൾ വരും, ലോജിസ്റ്റിക്സിൻ്റെ സിസ്റ്റംസ് വരും, ഇൻഫ്രാസ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ അതിൻ്റെ അറൗണ്ട് ഡെവലപ്പ് ആവും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാൻ പവർ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒരു ലോങ്ങർ ടേമിൽ തൊഴിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ബഡ്ജറ്റിൽ ശ്രദ്ധിച്ചത് ഈ ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസും ബാക്കിയുള്ള ജോബ് ഓപ്ഷൻസും നമ്മുടെ കുട്ടികൾക്കും അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫോക്കസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി ഷോർട്ട് ടേം ഒരു ബഡ്ജറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഭയങ്കര അംബീഷ്യസ് പ്രൊജക്ട്സ് ഇതിൽ കാണുന്നില്ലെങ്കിൽ കൂടിയും, പക്ഷേ ലോങ് ടേം ആയിട്ട് നമുക്ക് ഒരുപാട് ജോബ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഒരു സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ബേസ്മെന്റ് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ആന്റണി തോമസിലേക്ക് കൂടി. ശ്രീ ആന്റണി തോമസ്, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും പ്രതികരണം വരുന്നത് ഇപ്പോൾ 100 കോടിയാണ് സിനിമാ മേഖലയ്ക്ക്. ഇപ്പോൾ വ്യവസായികൾ പൊതുവെ സ്വാഗതം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിൽ ഇപ്പോൾ 100 കോടി എന്ന് പറയുമ്പോൾ ഈ ചലച്ചിത്രോത്സവങ്ങൾ മാത്രമല്ല, ആന്റി പൈറസി സെല്ലുകൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 100 കോടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പൊതുവെ വ്യവസായ ലോകത്തിന് സ്വാഗതം ചെയ്യാവുന്ന പ്രഖ്യാപനങ്ങളാണ്, എല്ലാം ലോങ് ടേം പദ്ധതികളാണെങ്കിൽ കൂടി. ഈ സിനിമാ മേഖലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കും കേരളത്തിലും കിട്ടിയ ഒരു ലോട്ടറിയാണ്. കാരണം ആ മേഖല പൂർണ്ണമായിട്ട് ഇവിടെ പറിച്ചു നടക്കപ്പെട്ടാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തികമായ ഒരു മുന്നേറ്റം വലിയ ഭയങ്കര. കാരണം ഇനി ഉണ്ടാകാവുന്ന ഒരു വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സതീശൻ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതിനകത്ത് പലരും ഈ റവന്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി വളരെ ആശങ്കപ്പെട്ടു. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട് പ്രവാസികളെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കിന്. അതൊരു റെമിറ്റൻസ് എക്കണോമിയിൽ നിന്ന് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്കണോമിയിലേക്ക് ഈ പ്രവാസികളെ മാറ്റിയെടുത്താൽ തന്നെ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ഒരു റെവല്യൂഷൻ വലിയ വലുതായിരിക്കും. കാരണം പണമുള്ള പ്രവാസികൾ ഒത്തിരിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ അൺസർട്ടനിറ്റി വന്നപ്പോൾ നാട്ടിലൊരു പ്രസ്ഥാനം ഒന്ന് ഉറപ്പിച്ച് നിർത്തേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഒരു ആങ്കർ വേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അവരൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് റുപ്പി ഡിപ്രീസിയേഷൻ കൊണ്ട് തന്നെ വലിയൊരു മികവുണ്ട്. കാരണം $1 കൊണ്ട് വന്ന ഇന്ന് ഏതാണ്ട് 100 രൂപയ്ക്ക് അടുത്തൊരു തുകയാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വരാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം. പിന്നെ രണ്ടാമത് ഈ KGSTയിലും വാറ്റിലുമായിട്ട് ഒത്തിരി കേസുകൾ കിടപ്പുണ്ട്. അതൊന്ന് അമിക്കബിളായ ഒരു സെറ്റിൽമെൻറ്റ്, അതിൻ്റെ പിഴയും പിഴപ്പലിശയും ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഒരു 10,000 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ തയ്യാറായ വ്യാപാര സമൂഹത്തെ. കാരണം കേസും കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ്. അതിനകത്തൊരു നല്ല സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് 17 മുമ്പുള്ള വാറ്റും അതിനു മുമ്പുള്ള KGSTയാണ്. ഇതിൽ കിടക്കുന്ന കേസുകൾ ഇപ്പോഴും പലരെയും ഹണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടാക്സ് നെറ്റ് സ്ട്രോങ് ആക്കുക എന്ന് പറയുമ്പം ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നോക്കണം. കാരണം നെറ്റിനകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമുണ്ടാകാത്ത, നെറ്റിന് പുറത്ത് നിൽക്കുന്നവരുണ്ട്, അവരെയാണ് നെറ്റിലേക്ക് കൊണ്ടല്ല. നെറ്റിനകത്ത് നിൽക്കുന്ന കണക്ക് കാര്യമായി ബോധിപ്പിക്കുന്നവരിലേക്ക് വീണ്ടും എത്തപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇതൊന്നുമില്ലാതെ കച്ചവടം ചെയ്യുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രാമുഖ്യമായിട്ടുള്ളത്. അങ്ങനെ നോക്കിയാലും ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും ഗവൺമെൻറ്റിന്, കാരണം ഇപ്പം ഈ GPay സിസ്റ്റമൊക്കെ വന്നതുകൊണ്ട് ഓരോ ചെറിയ പ്രസ്ഥാനത്തിൻ്റെയും ടേൺ ഓവർ എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കണ്ടാൽ മതി. അവിടെയൊക്കെ ഗവൺമെൻറ് അല്പം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടി ഉപയോഗിച്ചാൽ ഇവരൊക്കെ നെറ്റിലേക്ക് തിരിച്ചു കയറും. അതൊക്കെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു റവന്യൂ വലിയ വലുതായിരിക്കും. ശരി, ഇപ്പോൾ ശ്രീ രാജു പി നായർ, അവസാനമായി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റുകളുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കും VD സതീശൻ പറഞ്ഞത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ 38% മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് പറഞ്ഞത്. അപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എത്ര നടപ്പാക്കുമെന്നുള്ളത് കൃത്യമായി ജനങ്ങൾ ഓഡിറ്റ് ചെയ്യും. അല്ലെ, തീർച്ചയായിട്ടും ഈ ബജറ്റിൻ്റെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അടുത്ത 2027-28 ബജറ്റിന് ഇരിക്കുമ്പോൾ അതിന് മുമ്പുള്ള ഫിനാൻഷ്യൽ സർവേ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ബജറ്റിൻ്റെ വലിയ രീതിയിലുള്ളൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയിട്ടായിരിക്കും ഗവൺമെൻറ് വരുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഭരണരംഗത്തെ മുഴുവൻ റീസ്ട്രക്ചർ ചെയ്യുക. ആ ഭരണ ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെ അതിനെ മോണിറ്ററിങ് ഇതും കൂടി കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ
വളരെ കൃത്യമായിട്ട് നമ്മുടെ പദ്ധതി നിർവഹണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് കൃത്യമായ ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണം. പലപ്പോഴും നിർദ്ദേശങ്ങളും പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഞാൻ പറയില്ലേ, ഈ 2024-25 തോന്നുന്നു ആ ബജറ്റിനകത്ത് 50% പദ്ധതി വീതം വെട്ടിക്കുറച്ച് നമ്മൾ ആരെങ്കിലും ശരിക്കും ചർച്ച ചെയ്തോ? നമ്മൾ അറിഞ്ഞുപോലുമില്ല. പട്ടികജാതി വിഭാഗത്തിന് 500 കോടി കട്ട് ചെയ്ത് കളഞ്ഞു, ആരും അറിഞ്ഞുപോലുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പദ്ധതി ബജറ്റിൽ ഒരു ഇത് പ്രഖ്യാപിക്കുകയും എന്നാൽ ഫലത്തിലൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കുറെ കൂടി റിയലിസ്റ്റിക് ആയി മാറണം. അതില് ഈ ബജറ്റ് അലോക്കേഷൻ ഒരു വർഷത്തിൽ തന്നെ, ഒരു ബജറ്റ് വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതല്ല. ഇപ്പൊ ക്യാൻസർ റിസർച്ച് സെന്റർ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു, 2018 പ്രഖ്യാപിച്ചതാ. 6 വർഷം കൊണ്ടാ പൂർത്തീകരിച്ച്. ആ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലാണ് അതിൽ അലോക്കേഷൻ കൊടുക്കുക. അപ്പൊ ഇത്ര ശതമാനം, 38% നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മുന്നിൽ തന്നെയാണ്. അത് വെച്ചിട്ട് ബാക്കി ചെലവഴിച്ചില്ലല്ലോ എന്നല്ല, അത് അടുത്ത വർഷത്തേക്കായിരിക്കും അതിന്റെ ചെലവഴിച്ച് വരിക. ഏതായാലും അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്.